ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചെമ്മീൻ ചമ്മന്തിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ചമ്മന്തിയാണിത്. നമുക്ക് ആകെ കൂടിയിട്ട് 5 ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ. ഇത് എല്ലാവർക്കും വീട്ടില് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മീനൊന്നും പച്ചമീനുകളൊന്നും കിട്ടാത്ത സമയത്ത് മീൻ അത്രയ്ക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ മീനിന്റെ രുചിയോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, മെയിൻ സാധനം ഉണക്ക ചെമ്മീൻ തന്നെയാണ്. 100 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളെ ചെമ്മീൻ ഇത് വൃത്തിയാക്കി എടുക്കാന്ന് പറയുന്നത് ഇതിന്റെ തല ഇങ്ങനെ കളഞ്ഞിട്ടാണ്. തല കളഞ്ഞിട്ട് കഴുകി എടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ നമ്മള് എല്ലാതും തല കളഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യണത്. തല കളഞ്ഞ് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത്. പിന്നെ ആവശ്യമുള്ളത് വെളുത്തുള്ളി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുക്കുക. കുറെ അധികം വെളുത്തുള്ളി ഇട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ഒരു ചൊവയുണ്ടാവും. അപ്പൊ വെളുത്തുള്ളി അധികം കൂട്ടാണ്ടിരിക്കും നല്ലത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. മീനിന്റെ ഉപ്പ് നോക്കിയിട്ട് വേണം നമുക്കതിൽ ഉപ്പിടാനായിട്ട്. ചിലപ്പോൾ ഉണക്കമീന് കിട്ടണത് നമുക്ക് ഉപ്പുള്ളതാണ്, നന്നായി ഉപ്പുള്ളതാണെങ്കിൽ നമുക്ക് ഒട്ടും ഉപ്പ് ചേർക്കണ്ടില്ല. പിന്നെ ചില്ലി ഫ്ലെക്സ്, ചതച്ച വറ്റമുളകിന്റെ പൊടി, അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം ഇനി അത് കിട്ടാനില്ല, ഇപ്പൊ പുറമെ ഉള്ളവർക്കൊക്കെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ പൊടിമുളക് എടുക്കുകയും ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, നമ്മള് ചെമ്മീനൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. നമുക്ക് ചെമ്മീൻ ആദ്യം തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മള് ചെമ്മീന്റെ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് കഴുകി വാല വെച്ചതാണിത്. കഴുകി വാലച്ചാണ്. ഇനി നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ചീഞ്ഞിട്ടിയിൽ വറുത്തെടുക്കാനാണ് പോണത്. ചീഞ്ഞിട്ടി സാധാരണ പോലെ തന്നെ ചൂടായി വരുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കഴുകി വാല വെച്ചിട്ടുണ്ടോ ചെമ്മീൻ വെച്ചിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത്. അത് വറുത്ത് ഏകദേശം ആണെങ്കിൽ നമ്മളിതിലൊന്നും ഇടണില്ല, വേറെ ഒന്നും മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യും. വറുത്തെടുത്ത ചെമ്മീനാണ്. ഇത് ചൂടാറാനൊന്നും അധികം വെക്കണില്ല. ചൂടോട് കൂടിയിട്ട് ഇടിച്ചാൽ തന്നെയാണ് വേഗം ആവുക. നമ്മൾ ആദ്യം തന്നെ അതിൽ വെളുത്തുള്ളി ഇട്ടിട്ട് ഇടിച്ചെടുക്കാനാണ് പോണത്. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഇടിക്കാൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കഷ്ടമായിട്ട് കിടക്കും. കുറച്ച് ഇട്ടിട്ട് ഇടിക്കുകയും നല്ലത്. വെളുത്തുള്ളി നന്നായി ചതഞ്ഞാൽ തന്നെയാണ് അതിന്റെ ടേസ്റ്റ് വരിക. വലിയ കഷ്ണമായിട്ട് കിടക്കുന്നതാവും ഇതിന്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മള് ചൂടോടെ തന്നെയാണ് നമ്മൾ ഇതിലിട്ടിട്ട് ഇടിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇതില്ല ഇടിക്കുകയല്ല ചെയ്യണത്, മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറാൻ വെക്കണം. അല്ലെങ്കിൽ ചൂടോടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബൗളൊക്കെ ആണെങ്കിൽ അതിന് ഇങ്ങനെ പുകയൊക്കെ വരണ കാണാറില്ല. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടിട്ട് ചെമ്മീനിട്ടിട്ട് ഇത് ചതച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഈ ചെമ്മീൻ ഒന്ന് ചെറുതായി ചതച്ചിട്ട് അതിലേക്ക് മുളകിട്ടിട്ട് ചതയ്ക്കുക. ഉപ്പ് നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ ഉപ്പ് മീനായത് കാരണം, ഉണക്കമീനായത് കാരണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ആ വെളുത്തുള്ളിലേക്ക് ഒന്ന് മുകളിലേക്ക് തരണ വിധത്തിലൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഞാൻ. ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ചമ്മന്തിക്ക്, ഏത് ചമ്മന്തിയായാലും അറിയാലോ, നമുക്ക് ഒരു ചൊടിയും മുളകും ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. പൊടിപ്പ് ഇടുന്നതിന് പകരം അതിൽ ചിലർ കല്ലുപ്പിടും. കല്ലുപ്പിടുമ്പോൾ തരി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കഞ്ഞിക്ക് കുടിക്കുമ്പോൾ. എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേറെ എണ്ണയൊന്നും ഒഴിക്കണില്ല. നമ്മളെ വറുത്തപ്പുള്ള എണ്ണ തന്നെയാണ് ഇതിൽ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ചമ്മന്തി റെഡി. ഇതന്നെ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ചതയ്ക്കണതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മിയുള്ളവർക്ക് പണ്ട് കാലത്തൊക്കെ അമ്മീമയാണ് ഒന്ന് ചതച്ചെടുക്കുക.
നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി.